ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 3 10ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളായത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പാസ്റ്റിലെ ഒരു സീനാണ്. കെനിയെ ആക്രമിക്കാൻ വേണ്ടി ഒരു ടൈറ്റൻ വരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു കത്തി ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് കെനി. ഒരുപാട് കാലത്തിന് ശേഷമാണ് എന്നെക്കാൾ ശക്തിയുള്ള ഒരുത്തനെ ഞാൻ കാണുന്നത്. അപ്പോഴാണ് കെനിക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ഇതൊരു ടൈറ്റൻ ആണ്. ഈ മതിലിനുള്ളിൽ എങ്ങനെ ടൈറ്റൻ വന്നു? ഇതേസമയം ആ ടൈറ്റന്റെ കൂടെ വന്ന ഒരു മനുഷ്യൻ കെനിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. വേണ്ട, അവനെ കൊല്ലണ്ട. നമ്മളെ പറ്റി അവനോട് പറഞ്ഞത് ആരാണെങ്കിലും തീർച്ചയായിട്ടും അത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളായിരിക്കും. അതാരാണെന്ന് ആദ്യം കണ്ടെത്തണം എന്ന് പറയാണ് ആ ടൈറ്റന്റെ അകത്തിരുന്ന ആൾ. എന്നാ വേഗം നിന്റെ ശക്തി ഉപയോഗിച്ച് അവനെ കൊണ്ട് അത് പറയിപ്പിക്കുക. ഇല്ല, അത് പറ്റില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇവൻ അക്രമാൻ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മുടെ കയ്യിലുള്ള പവർ ഉപയോഗിച്ച് ഇവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇവൻ അക്രമാൻ ഫാമിലിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ എന്നെ കൊല്ലാനുള്ള ഇവന്റെ ഉദ്ദേശം അത് വളരെ വ്യക്തിപരമായിരിക്കും. ഇത് കേട്ട് കെനി അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി അയാൾക്ക് നേരെ എറിയുന്നു. എന്നാൽ അത് വളരെ സിമ്പിൾ ആയിട്ട് അയാൾ തടുക്കുന്നു. ശരി, നിനക്ക് ഇവനെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ ഇവനെ ഞാൻ കൊന്നോളാം എന്ന് പറയാണ് അയാൾ. അത് വേറെ ആരുമല്ല, ലോ റൈസ് ആണ്. സോ ഇനി അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ കെനി, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം, എനിക്കൊരു അബദ്ധം പറ്റിയതാ. നിങ്ങളാണോ ശരിക്കുള്ള രാജാവ്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വലങ്കൈ ആവാനുള്ള ഒരവസരം കൂടി നിങ്ങൾ എനിക്ക് തരണം. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. ആ ഒരു സമയത്ത് എന്റെ കുടുംബത്തിന്റെ പക പോലും ഞാൻ കാര്യമാക്കിയില്ല. ഇതേ സമയം ഓരി അവനെ വെറുതെ വിടുന്നു. ടൈറ്റന്റെ ഉള്ളിൽ നിന്നും അയാൾ അവന്റെ അടുത്തോട്ട് നടന്നു പോവാണ്. ഇത് കണ്ട് കെനി തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് അയാളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ അപ്പോഴാണ് ആ കാര്യം സംഭവിക്കുന്നത്. കെനിയുടെ മുമ്പിൽ അപ്പോഴത്തെ രാജാവായിട്ടുള്ള അയാൾ മുട്ടുകുത്തിയിരിക്കുന്നു. എന്റെ പേരിൽ അക്രമൻ ഫാമിലി അനുഭവിച്ച എല്ലാ പീഡനങ്ങളും എനിക്കറിയാം. എന്നോടുള്ള നിന്റെ ദേഷ്യം ന്യായമാണ്. പക്ഷേ എനിക്കിപ്പം മരിക്കാൻ സമയമായിട്ടില്ല. ദയവ് ചെയ്ത് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഈ ചെറിയ മതിലുകൾക്കുള്ളിൽ പോലും എനിക്കൊരു സ്വർഗം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ഞാനൊരു വിഡ്ഢിയാണ് എന്ന് പറഞ്ഞ അയാൾ അവന്റെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നു. അത്രയും ശക്തനായിട്ടുള്ള ഒരു രാജാവ് എന്നെപ്പോലെ ഒരുത്തന്റെ മുൻപിൽ തല കുനിച്ചപ്പോൾ അയാളുടെ ടൈറ്റൻ രൂപം കണ്ടതിനേക്കാൾ കൂടുതൽ ഞെട്ടൽ എനിക്കുണ്ടായി. മുൻപൊരിക്കലും കിട്ടാത്ത ഒരു അനുഭൂതി എനിക്ക് അപ്പോ കിട്ടി. അവന് വേണ്ടി ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ ഊറിയോട് പറഞ്ഞു. അവരതിന് സമ്മതിച്ചു. എന്നാൽ അന്ന് എന്നോട് ഊറിയെ പറ്റി പറഞ്ഞവൻ പിന്നീട് വന്ന മീറ്റിംഗിൽ ഇല്ലായിരുന്നു. അതിന് പകരമായിട്ട് ഊറിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു പുതിയ വാലാട്ടിപ്പട്ടിയായിട്ട് ഞാനായിരുന്നു ആ സ്ഥാനത്ത്. അതായിരുന്നു എന്റെ പുതിയ തൊഴിൽ. ആ ജോലി എനിക്ക് അത്ര പിടിച്ചില്ലായിരുന്നെങ്കിലും അക്രമൻ കുടുംബത്തിന്റെ വേട്ടയാടൽ അന്നത്തോടെ അവസാനിച്ചു എന്ന് കരുതി പകൽ വെളിച്ചത്തിൽ പോലും കയ്യും വീശി നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. പക്ഷേ എന്റെ ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് കൂച്ചൽ എന്ന് പറയുന്ന ഒരു ലേഡിയെ കാണാൻ വേണ്ടി പോകുന്ന കെനി അക്രമേനെയാണ്. കൂച്ചൽ എന്തോ ഒരു അസുഖം കാരണം കുറച്ചു നാളായിട്ട് അവർക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഇതേ സമയം കെനി അവരുടെ റൂമിന്റെ ഡോർ വന്ന് തുറക്കുവാണ്. അവസാനം കണ്ടതിനേക്കാൾ ഒരുപാട് ഭാരം കുറഞ്ഞല്ലോ കൂച്ചൽ എന്ന് ബെഡിൽ കിടക്കുന്ന കൂച്ചലിനോട് പറയുവാണ് കെനി. ഇതേ സമയമാണ് ആ റൂമിന്റെ ഒരു കോർണറിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. അവർ മരിച്ചുപോയി. നോക്കുന്ന സമയത്ത് മെലിഞ്ഞ് വളരെയധികം അവശനായി എപ്പോ വേണമെങ്കിലും മരിക്കൂ എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു കുട്ടി. ഹേയ്, നീ ഏതാ? നിന്റെ പേരെന്താ? ലിവായ്, വെറും ലിവായ്. ഇത് കേട്ട് കെനി ആകെ അങ്ങ് ഇല്ലാണ്ടാവുന്നു. മനസ്സിലായി കൂച്ചൽ. ശരിയാണ്, ഫാമിലി നെയിം പറഞ്ഞതുകൊണ്ട് എന്തു പ്രയോജനം? ഞാൻ കെനി, വെറും കെനി. കൂച്ചലിനെ എനിക്കറിയാമായിരുന്നു. പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് കെനി അവനോട് പറയുന്നു. മരണത്തിന്റെ വക്കിൽ നിന്ന് ആരോടും അടുക്കാത്ത ഒരു കുരിപ്പ്. അത് മാത്രമായിരുന്നു കൂച്ചൽ ഈ ലോകത്ത് ബാക്കി വെച്ചത്. അവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മാത്രം ഒരു ക്രൂരനായിരുന്നില്ല ഞാൻ. പക്ഷെ അവനെ വളർത്താനും ഞാനൊരു യോഗ്യനല്ലായിരുന്നു. അവനെ പഠിപ്പിക്കാൻ അധികം കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് കത്തി എങ്ങനെ പിടിക്കാമെന്ന് ഞാൻ അവനെ പഠിപ്പിച്ചു. അതുപയോഗിച്ച് ആളുകളെ എങ്ങനെ സ്വാഗതം ചെയ്യാമെന്നും ഞാൻ പഠിപ്പിച്ചു. ഒരു ഡീൽ എങ്ങനെ വീശിയെടുക്കാം, ഒരു കത്തി എങ്ങനെ വീശാം എന്നു തുടങ്ങി അണ്ടർഗ്രൗണ്ടിൽ ജീവിക്കാനായിട്ടുള്ള സകല കാര്യങ്ങളും ഞാൻ അവനെ പഠിപ്പിച്ചു. എന്നെങ്കിലും അവിടം വിട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ അത് അവൻ തനിച്ച് ചെയ്യണമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇന്ത്യൻ പോലീസും രാജാവും ചേർന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇത് കണ്ടു കെനി, എന്ത് ഇന്ത്യൻ പോലീസോ? നീയും അതിൽപ്പെട്ടതാണോ എന്നൊരാളോട് ചോദിക്കുന്നു. ക്ഷമിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരെ ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഓ, എന്നിട്ടും നിന്നെപ്പോലെ ഒരുത്തനെ വരെ രാജാവ് മാറ്റിയെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മഹത്വത്തിന് പരിധികളില്ല. സാനസ്, നിനക്ക് രാജാവിൽ ഭയങ്കര വിശ്വാസമാണല്ലേ? അതെ, അതുകൊണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെടുന്ന എന്ത് ജോലിയും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് രാജാവിനെ വിശ്വാസമല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ രാജാവിനെ വിശ്വസിക്കുന്നത്? ഇത് കേട്ട് കെനി എന്തൊക്കെയോ ആലോചിക്കുന്നു. എനിക്കറിയില്ല,
ചിലപ്പോ ഇവിടെയുള്ളതിലും വെച്ച് ഏറ്റവും ശക്തനായ ഒരാളായതുകൊണ്ടായിരിക്കും. അതെ, നമ്മുടെ ഇടുങ്ങിയ ലോകത്ത് മറ്റുള്ളവരെക്കാൾ ശക്തി തനിക്കുണ്ടെന്ന് തെളിയിക്കുന്നവരായിരുന്നു എന്നും മുകളിൽ. ഈ ലോകത്ത് ആകെ വേണ്ടത് ശക്തി മാത്രമാണ്. കുറഞ്ഞത് എന്റെ പെങ്ങൾ മരിച്ചതുപോലെ മരിക്കാതിരിക്കാൻ വേണ്ടി അത് നമ്മളെ സഹായിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് കിങ് ഊറിയും കെനിയും ഒരു പുഴയുടെ വാക്കിൽ നിൽക്കുന്നതാണ്. എനിക്കിനി അധിക കാലമില്ല. ഓ, അത് കണ്ടാൽ തന്നെ അറിയാം, നിന്നെ പോലൊരു രാക്ഷസൻ പ്രായവും രോഗവും കാരണം മരിക്കുന്നത് തമാശയായി തോന്നുന്നു. അതല്ല, ഈ ശക്തി റേസ് കുടുംബത്തിലെ ഒരു കുട്ടിക്ക് കൊടുക്കണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ അവരുടെ ഓർമ്മകളിൽ ജീവിക്കും. ഇത് കേട്ട് കെനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഈ ശക്തി മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? കെനി അധികം വൈകാതെ തന്നെ ഈ ലോകം തകരാൻ തുടങ്ങും. മനുഷ്യരാശിയുടെ ഈ മങ്ങിയ പ്രതീക്ഷയിൽ ഒരു സ്വർഗം ഉണ്ടാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നീ വയലൻസിൽ വിശ്വസിക്കുന്നുണ്ടോ? വയലൻസ് ആണ് നമ്മുടെ ഈ ലോകത്തിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത സത്യം. എന്നാലും പരസ്പരം കൊല്ലാൻ തയ്യാറായി നിന്നിരുന്ന നമ്മളെ സുഹൃത്തുക്കളാക്കിയത് എന്തായിരുന്നു? വയലൻസ് ആയിരുന്നോ? എനിക്കറിയില്ല. എന്നാ അപ്പൊ നീ നിന്റെ ഈ രാക്ഷസ കൈകൊണ്ട് എന്നെ നെക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അവിടെ വെച്ച് കൊന്നേനെ. അതാണ് നീ എന്റെ ഫ്രണ്ട് ആവുന്നതിന് മുൻപ് എനിക്ക് തോന്നിയത് എന്ന് പറയുവാണ് കെനി. അതെ, അതാണ് ഒഴിവാക്കാൻ പറ്റാത്ത സത്യം. പക്ഷെ എന്നാലും അന്ന് നടന്ന ആ അത്ഭുതത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവസാനം ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനം കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് അവന്റെ ശക്തി ഫ്രീഡയ്ക്ക് കൈമാറുന്നു. ആ കുട്ടിയുടെ കണ്ണിലോട്ട് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി അവൻ മരിച്ചിട്ടില്ല. അങ്ങനെ പിന്നീട് കെനി ഇന്റീരിയൻ സ്ക്വാഡിന്റെ ക്യാപ്റ്റനായി മാറുന്നു. അപ്പോഴെല്ലാം കെനിയുടെ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: രാജാവിന്റെ ടൈറ്റൻ ശക്തി. അത് തനിക്ക് സ്വന്തമാക്കണം. ആ ശക്തി കൈവശമുള്ളവരെ അത് അനുകമ്പയുള്ളവരാക്കും. അത് എന്നെ പോലെ ഒരുത്തിനിലും അനുകമ്പയുണ്ടാക്കുമോ? അതെനിക്ക് അറിയണം. എന്തായിരിക്കും ആ അനുഭവം? ഇത്രയും ഉയരത്തിൽ നിന്നും അവർ എന്തായിരിക്കും കാണുന്നത്? എന്നെ പോലൊരു പുഴുവിന് നീ കണ്ട കണ്ണുകളിലൂടെ ഈ ലോകത്തെ കാണാൻ സാധിക്കുമോ? പറവൂറി എന്ന് ചോദിക്കുകയാണ് കെനി. സോ ഈ കാര്യങ്ങളെല്ലാം അവൻ ആലോചിക്കുന്ന സമയത്താണ് കെനി എന്ന് വിളിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ലീവായി അങ്ങോട്ട് വരുന്നത്. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. പണ്ട് രാജാവിന്റെ വലങ്കായിയായി രാജാവിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന കുടുംബമായിരുന്നു അക്കർമാൻ. എന്നാ അവർ രാജാവിനെ എതിർക്കാൻ തുടങ്ങിയതോടുകൂടി അക്കർമാൻ കുടുംബത്തെ വേട്ടയാടാൻ ആരംഭിച്ചു. എന്തോ നിഗൂഢമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ബ്ലഡ് ലൈനിൽപ്പെട്ട ആളുകൾക്ക് വിചിത്രമായിട്ടുള്ള ശക്തി ലഭിക്കാറുണ്ട്. നിനക്ക് പറ്റിയ ഈ പൊള്ളലും നിന്റെ ശരീരത്തിൽ നിന്ന് പോയ രക്തമൊക്കെ വെച്ച് നോക്കുമ്പോ ഇനി നീ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ഇതേ സമയമാണ് കെനി തന്റെ കയ്യിലുള്ള ഒരു ബോക്സ് പുറത്തോട്ടെടുക്കുന്നത്. അതിനകത്തതാ ടൈറ്റനായി മാറാനുള്ള ആ ഇഞ്ചക്ഷൻ. ലോറൈസിന്റെ ആ സഞ്ചിക്കകത്തു നിന്നും ഞാൻ അടിച്ചു മാറ്റിയതാ. ഇത് കുത്തിവെച്ച ഞാനൊരു ടൈറ്റനായി മാറും, ഒരു സാധാ മണ്ടൻ ടൈറ്റൻ. പക്ഷേ എനിക്കിത് കുറച്ച് സമയം നീട്ടിത്തരും. ഇത് കുത്തിവെക്കാൻ നിനക്ക് ഇത്രയധികം സമയം ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? എനിക്കറിയില്ല. പക്ഷേ കുത്തിവെക്കുന്നത് ശരിയായിട്ടല്ലെങ്കിൽ ചിലപ്പോ ഞാനും അവനെ പോലെയായി മാറും. അത് കാണാൻ ഒരു വൃത്തിയും ഉണ്ടാവില്ല. നീ ഇവിടെ മരണത്തെ കാത്തു കിടക്കുമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് മരിക്കേണ്ട, എനിക്ക് ശക്തി വേണം. പക്ഷേ അവൻ എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ട് ക്യാപ്റ്റൻ ലീവൈക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ പരിചയപ്പെട്ടവരെല്ലാവരും ഒരുപോലെയായിരുന്നു. മദ്യം, പെണ്ണ്, അവരുടെ വിശ്വാസം, കുടുംബം, രാജാവ്, സ്വപ്നം, കുട്ടികൾ, പവർ. ഈ ലോകത്ത് മുന്നോട്ടു പോകാൻ എല്ലാവർക്കും ഇതേ കാരണങ്ങളായിരുന്നു. എല്ലാവരും ഇതിലെന്തെങ്കിലുമായി അടിമകളായിരിക്കണം. അവനും അങ്ങനെയായിരുന്നു. അതിൽ നീയാരാ, ഹീറോയോ എന്ന് ചോദിക്കുവാണ് കെനി. പെട്ടെന്ന് തന്നെ ലീവൈ അവനെ പിടിച്ചു കുലുക്കുന്നു. കെനി, നിനക്കറിയാവുന്നതെല്ലാം വേഗം പറ. എന്തുകൊണ്ടാ ആദ്യത്തെ രാജാവ് മനുഷ്യരാശിയെ രക്ഷിക്കാഞ്ഞത്? അറിയില്ല. പക്ഷേ നമ്മൾ അക്കർമേന്മാർ അദ്ദേഹത്തെ എതിർത്തത് ഈ കാരണം കൊണ്ടായിരുന്നു. എന്റെ പേരും അക്കർമേൻ എന്നാണല്ലേ? പറ, നീയും എന്റെ അമ്മയും തമ്മി എന്താ ബന്ധം? എടം മണ്ട, ഞാൻ അവളുടെ ചേട്ടനായിരുന്നു. ഇത് കേട്ട് ലീവൈ അവനെ തന്നെ നോക്കുന്നു. ആ ദിവസം എന്തിനാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയത്? കാരണം ഒരച്ഛനാകാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ പെട്ടി ലീവൈക്ക് കൊടുക്കുവാണ് കെനി. സോ അവിടെ വെച്ച് കെനി മരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജനങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഹിസ്റ്റോറിയ രാജപദവി ഏറ്റെടുക്കുന്നതാണ്. എല്ലാ ജനങ്ങളും അവളെ പുതിയ രാജ്ഞിയായിട്ട് അംഗീകരിക്കുന്നു. ഇതേ സമയം എർവിൻ ഒരു കാര്യം ആലോചിക്കുന്നു. ആ ടൈറ്റനെ കൊല്ലാൻ ദയവ് ചെയ്ത് എന്നെ അനുവദിക്കണം. അങ്ങനെ അവിടുത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ച് മതിലുകൾ തമ്മിലുള്ള അകലം ഒഴിവാക്കാൻ സാധിക്കും. അവൾ അത് ശരിക്കും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നീട് നമ്മൾ കാണുന്നത് സിഗാക്ഷന നഗരത്തിൽ കിളിപ്പോയി കിടക്കുന്ന റെയ്നറിനെയാണ്. പെട്ടെന്ന് തന്നെ ബെർഡോൾഡ് അങ്ങോട്ട് വന്ന് റെയ്നറിനെ വിളിക്കുന്നു. ടൈറ്റന്റെ ഉള്ളിൽ നിന്നും റെയ്നർ പുറത്തോട്ട് വരുന്നു. ഞാൻ വിജയിച്ചു
ആനിയെ നിങ്ങൾക്ക് പിന്നീട് രക്ഷിക്കാം. ഇപ്പോൾ കോർഡിനന്റ് വീണ്ടെടുക്കുന്നതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മളിവിടെ കാത്തിരുന്നാൽ മാത്രം മതി, അവരിങ്ങോട്ട് വന്നോളും എന്നാ കുരങ്ങനെ പോലെയുള്ള ടൈറ്റിന്റെ ഉള്ളിൽ നിന്ന് വന്ന അയാൾ പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ആരാണ് ഈ കുരങ്ങനെ പോലെയുള്ള ടൈറ്റൻ? ആര് വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ സിഗാഷിന നഗരത്തിൽ കാത്തിരിക്കുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇവർ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.